നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE വിമാന നിരക്ക് വർദ്ധിക്കുമെന്ന് സൂചന. 2025 രണ്ടാഴ്ചത്തെ വസന്തകാല അവധി ദിനവുമായി ബന്ധപ്പെട്ട ഈദ് അൽ ഫിത്തർ അടുക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നിരക്ക് വലിയ രീതിയിൽ കൂടും എന്നത് വിദഗ്ധർ വെളിപ്പെടുത്തുന്നത്. നിലവിലെ നിരക്കുകളെ അപേക്ഷിച്ച് നിരക്കുകളിൽ 40 മുതൽ 50% വരെ ഉയർച്ച ഉണ്ടാകുമെന്നതാണ് വ്യവസായ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. UAE ആസ്ഥാനമായിട്ടുള്ള പ്രാദേശിക അന്തർദേശീയ വിമാന കമ്പനികൾ കുതിച്ചുചാട്ടം നേരിടാൻ അധിക വിമാനങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിലും യാത്രക്കാർ നേരത്തെ ബുക്ക് ചെയ്യാനും ബജറ്റ് പൂർണ്ണ സേവന കരിയറുകൾ നൽകുന്ന വിമാന നിരക്കുകളിലെ ബമ്പർ ഡീലുകൾ പ്രയോജനപ്പെടുത്താനും വിദഗ്ധർക്ക് ഇപ്പോൾ മുന്നറിയിപ്പുമായാണ് അധികൃതർ രംഗത്തെത്തുന്നത്. മാർച്ച് പകുതിയോടെ അവധിക്കാല ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള ജനപ്രിയ റൂട്ടുകളിൽ വലിയ രീതിയിൽ തന്നെ വിലവർധനവ് ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷത്തെ അവധിക്കാലത്ത് UAEയിലേക്ക് വിനോദസഞ്ചാരികളുടെ വൻ ഒഴുക്ക് ഏജന്റുമാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈദ് അടുക്കുമ്പോൾ മടക്ക വിമാന നിരക്കുകളുടെ വർധനവ് ഉണ്ടായേക്കും. UAEയിലേക്കുള്ള വിമാന സർവീസുകളിൽ ഇതിനകം തന്നെ 23.8% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ജർമ്മനിയിലേക്കുള്ള നിരക്കുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 60.4% വർദ്ധിച്ചിട്ടുണ്ട്. UAE നിവാസികൾക്ക് വിസരഹിത യാത്ര ആസ്വദിക്കാൻ കഴിയുന്ന തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് 2000 ദിർഹം മുതൽ 6700 ദിർഹം വരെയാണ് വിമാന നിരക്കായി പറയുന്നത്. മാർച്ച് 18 മുതൽ ഏപ്രിൽ 1 വരെയുള്ള യാത്രയ്ക്ക് ദുബായ്, സിംഗപ്പൂർ വിമാനങ്ങൾക്ക് എമിറേറ്റ്സിൽ 2580 ദിർഹമാണ് നിരക്ക്. ദുബായ്, ടോക്കിയോ നിരക്കുകൾ 6730 ദിർഹമാണ്. മാർച്ച് പകുതിയോടെയും റംദാൻ പകുതിയോടെയും യാത്രാ നിരക്ക് വർദ്ധിക്കുമെന്നാണ് സ്മാർട്ട് ട്രാവൽസിന്റെയും എയർലൈൻ സ്റ്റാർട്ടപ്പ് എയർ കേരളയുടെയും ചെയർമാനായിട്ടുള്ള ആഫി അഹമ്മദ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ടിക്കറ്റുകളൊക്കെ ലഭ്യമാകുക എന്ന് കൂടെ നോക്കാം. അതായത് നേരത്തെ ബുക്ക് ചെയ്യുകയാണ് ആദ്യത്തെ സംവിധാനം. പുറപ്പെടുന്ന തീയതി അടുക്കുമ്പോൾ വിമാന നിരക്കുകൾ സാധാരണയായിട്ട് വർദ്ധിക്കുന്നുണ്ട്. മികച്ച നിരക്കുകൾക്കായി കുറഞ്ഞത് 2 മുതൽ 3 മാസം മുമ്പെങ്കിലും നിങ്ങളുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് സൂചന. കൂടാതെ അവധിക്കാല പാക്കേജുകളും അവധിക്കാലത്തോടടുക്കുന്ന ഫ്ലാഷ് ഡീലുകളും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വില അലേർട്ടുകൾ സജ്ജമാക്കുക എന്നുള്ളതാണ്. നിർദ്ദിഷ്ട റൂട്ടുകൾക്കായി വില അലേർട്ടുകൾ സജ്ജമാക്കാൻ ഹോപ്പർ, സ്കൈ സ്കാനർ അല്ലെങ്കിൽ കയാക്ക് പോലുള്ള ആപ്പുകളോ വെബ്സൈറ്റുകളോ ഉപയോഗിക്കുന്നത് ഉപയോഗപ്രദമാണ്. ഇതര വിമാനത്താവളങ്ങൾ പരിഗണിക്കുക എന്നതാണ് മറ്റൊരു ഓപ്ഷൻ. നിങ്ങൾ ഒരു പ്രധാന നഗരത്തിലേക്ക് പറക്കുകയാണെങ്കിൽ, പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സമീപത്ത് ഇതര വിമാനത്താവളങ്ങളുണ്ടോ എന്നത് കൃത്യമായി പരിശോധിക്കുക. ഉദാഹരണത്തിന് ഹീത്രോയ്ക്ക് പകരം ഗാറ്റ്വിയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വില കുറഞ്ഞ ഓപ്ഷനിൽ ലഭ്യമാകും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എയർലൈൻസ് മൈലുകളോ പോയിന്റുകളോ ഉപയോഗപ്പെടുത്തുക എന്നതാണ് മറ്റൊരു എളുപ്പരീതി. നിങ്ങൾക്ക് ഫ്രീക്വന്റ് ഫ്ലയർ മൈലുകളോ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് പോയിന്റുകളോ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ വിമാനത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതിന് അവ സഹായിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓരോ വാങ്ങലിനും മൈലുകൾ വാഗ്ദാനം ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളും പല എയർലൈനുകളിലും ലഭ്യമാണ്. കാരണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്യുക എന്നതും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റുകൾ പലപ്പോഴും ലേ ഓവറുകളുള്ള ഫ്ലൈറ്റുകളെ അപേക്ഷിച്ച് ചെലവേറിയിട്ടുള്ളതാണ്. കൂടുതൽ യാത്രാ സമയം എടുക്കുന്നതിനാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ചെലവ് ലാഭിക്കുന്നതിന് വേണ്ടി ഒന്നോ അതിലധികമോ ലേ ഓവറുകളുള്ള ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇത്തരത്തിൽ പല രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു അവധിക്കാലത്ത് നിരക്കുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കാൻ എന്ന് തന്നെയാണ് വിദഗ്ധർ സൂചനകൾ നൽകുന്നത്. എന്തായാലും ആഘോഷ നാളുകളിൽ വലിയ രീതിയിൽ തന്നെ ഏകദേശം 40 മുതൽ 50% വരെ വില വർധനവ് ഉണ്ടാകും എന്ന് തന്നെയാണ് വിദഗ്ധർ നൽകുന്ന സൂചന.